നമസ്കാരം. സാക്ഷി ടിവിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കേരള സ്റ്റേറ്റ് ഫയർ സ്കൗട്ട് ആൻഡ് ഗൈഡൻസ് നെല്ലൂർ ജില്ലാ അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ലഹരി വിമുക്ത നവകേരള പദ്ധതി 2025 ജില്ലാതല ഉദ്ഘാടനം പൂങ്കോട് ജെയിംസ് ഓഡിറ്റോറിയത്തിൽ അല്പസമയത്തിനുള്ളിൽ ബഹുമാന്യ മന്ത്രി ശ്രീമതി ജെ ചിഞ്ചുറാണി നിർവഹിക്കും. ഈ യോഗത്തിന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ലതിക വിദ്യാധരൻ അധ്യക്ഷത വഹിക്കും. സാന്നിധ്യം കൊണ്ട് ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി മിനി സുനിലും ഒപ്പം തന്നെ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ശ്രീ ഹരി ബി നായരും വേദിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കും. ഈ ഉദ്ഘാടന ചടങ്ങിലേക്ക് സാക്ഷിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഹാർദവമായ സ്വാഗതം. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് കേരള സ്റ്റേറ്റ് ഫയർ സ്കൗട്ട് ആൻഡ് ഗൈഡ് പുനലൂർ ജില്ലാ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ലഹരി മുക്ത നവകേരളം പദ്ധതിയുടെ ഉദ്ഘാടന യോഗം ഇവിടെ ആരംഭിക്കുകയായി. ഈ യോഗത്തിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ലതിക വിദ്യാധരൻ അവരുടെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും പ്രാർത്ഥനയ്ക്കായി ഒരു മിനിറ്റ് എഴുന്നേൽക്കുക. हमें परमात्मा देना, दया करना हमारी आत्मा में शुद्धता देना. हमारे ध्यान में आओ प्रभु, आंखों में बस जाओ, अंधेरे दिल में आकर के परम ज्योति जगा देना. बहा दो प्रेम की गंगा, दिलों में प्रेम का सागर, हमें आपस में मिलजुल कर प्रभु रखना सिखा देना. हमारा कर्म हो सेवा, हमारा धर्म हो सेवा, सदा ईमान हो सेवा, सेवक चर बना देना. बदन के वास्ते जीना, बदन के वास्ते मरना, बदन पर जान फिदा करना, प्रभु हमको सिखा देना. दया करना भक्ति का हमें परमात्मा देना. दया करना हमारी आत्मा में शुद्धता देना. സ്കൗട്ട് ആൻഡ് ഗൈഡ് പ്രസ്ഥാനത്തിൽ പുനലൂർ വിദ്യാഭ്യാസ ജില്ല അറിയപ്പെടുന്ന ഒരു ജില്ലയാക്കി മാറ്റാനും എല്ലാവരെയും ഐക്യത്തോടെ ഒരു ഇഴയിൽ കോർത്ത മുത്തുപോലെ കൊണ്ടുപോകാൻ അക്ഷീണം പ്രയത്നിക്കുന്ന നമ്മുടെ ജില്ലാ സെക്രട്ടറി ശ്രീ വിജയനാഥ് സാറിനെ വന്നു ചേർന്ന ഏവർക്കും സ്വാഗതം ആശംസിക്കാനായി ക്ഷണിച്ചുകൊള്ളുന്നു. ഏവർക്കും നമസ്കാരം. ഈ യോഗത്തിന്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്ന ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി
ലതിക വിദ്യാധരൻ അവർ, ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട സംസ്ഥാന മൃഗസംരക്ഷണ ക്ഷീര വികസന വകുപ്പ് മന്ത്രി ശ്രീമതി ജെ ചിഞ്ചുറാണി അവർ, ഏറ്റവും ബഹുമാന്യനായ ചടയമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി മിനി സുനിൽ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹരി വി നായർ, വാർഡ് മെമ്പർ ശ്രീ ഉണ്ണികൃഷ്ണൻ അവർ, നമ്മുടെ പദ്ധതി വിശദീകരിക്കുന്ന ബഹുമാനപ്പെട്ട അഡൽട്ട് DC സുഷമ ടീച്ചർ, മറ്റ് ജില്ലാ ഭാരവാഹികളെ, പ്രിയപ്പെട്ട സ്കൗട്ട് ആൻഡ് ഗൈഡ് വിദ്യാർത്ഥികളെ, വിവിധ സ്കൂളുകളിൽ നിന്ന് എത്തിച്ചേർന്നിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട യൂണിറ്റ് ലീഡർമാരെ, കേരള സ്റ്റേറ്റ് ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ് സംസ്ഥാന നേതൃത്വം ലഹരിക്കെതിരെ സംഘടിപ്പിച്ചിരിക്കുന്ന ലഹരി മുക്ത നവകേരളം പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടന കർമ്മമാണ് ഇന്നിവിടെ ഈ വേദിയിൽ നടക്കുന്നത്. ഇതിനോടനുബന്ധിച്ച് ഒരു ലഹരി വിളംബര ജാഥ ചടയമംഗലം ബസ് സ്റ്റാൻഡിൽ നിന്ന് ആരംഭിച്ച് ജെംസ് ഹൈസ്കൂളിൽ അല്പസമയത്തിന് മുമ്പ് സമാപിക്കുകയുണ്ടായി. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മൂവ്മെന്റുമായിട്ട് സ്കൗട്ട് ഗൈഡ് പ്രസ്ഥാനം നിങ്ങളുടെ മുമ്പിൽ, നമ്മൾ സമൂഹത്തിന്റെ മുന്നിൽ എത്തുന്നത് എന്നുള്ള കാര്യം ഏവർക്കും അറിയാവുന്നതാണ്. ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ലഹരിയുടെ ഉപയോഗം നമ്മുടെ സമൂഹത്തെ ഒരു ക്യാൻസർ രോഗം പോലെ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സമൂഹവും സമൂഹത്തിന്റെ വിവിധ ഏജൻസികളും ഇതിന്റെ നിർമ്മാർജ്ജനത്തിന് വേണ്ടി അക്ഷീണം പ്രയത്നിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ നടക്കുന്നത്. സംസ്ഥാന സർക്കാരും പൊതുവിദ്യാഭ്യാസ വകുപ്പും പോലീസ് ഡിപ്പാർട്ട്മെന്റും എക്സൈസ് ഡിപ്പാർട്ട്മെന്റും തുടങ്ങി നിരവധി സന്നദ്ധ സംഘടനകളും ഈ ഒരു വിപത്തിനെതിരെ വിവിധ പരിപാടികളുമായി സ്കൂൾ തലത്തിലും സമൂഹ മധ്യത്തിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും സാമൂഹ്യ പ്രതിബദ്ധത മുൻനിർത്തി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ സ്കൗട്ട് ആൻഡ് ഗൈഡ് പ്രസ്ഥാനത്തിനും അതിന്റെ ഉത്തരവാദിത്വം നിറവേറ്റാനായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതര ഏജൻസികളുമായി സഹകരിച്ചുകൊണ്ട് നമ്മുടെ പ്രസ്ഥാനവും ഈ വിദ്യാർത്ഥികളിലൂടെ നമ്മുടെ ജില്ലയിലെ, നമ്മുടെ സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് വരുന്ന സ്കൗട്ട് ഗൈഡ് വിദ്യാർത്ഥികളെ ഏകോപിപ്പിച്ചുകൊണ്ട് നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങുകയാണ്. നമ്മുടെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ, ഈ ലഹരിയെ നമ്മുടെ സമൂഹത്തിൽ നിന്ന്, വിശേഷിച്ച് കേരളത്തിൽ നിന്ന് തുടച്ചു നീക്കുന്ന പ്രവർത്തനത്തിൽ നമ്മൾ ഓരോരുത്തരും കണ്ണികളാകണമെന്ന് ആഹ്വാനം ചെയ്യുന്ന ജില്ലാതല ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ നടക്കുന്നത്. ഈ ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷം വഹിക്കുന്നത് നിങ്ങൾക്ക് ഏവർക്കും സുപരിചിതയായ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ലതിക വിദ്യാധരൻ അവരുകളാണ്. അദ്ദേഹത്തെ ഞാൻ ഈ സ്കൗട്ട് ആൻഡ് ഗൈഡ് ജില്ലാ അസോസിയേഷന് വേണ്ടിയിട്ട് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ മഹത്തായ ഈ ഉദ്ഘാടന യോഗം, ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത്
ബഹുമാനപ്പെട്ട സംസ്ഥാന മൃഗസംരക്ഷണ ക്ഷീര വികസന വകുപ്പ് മന്ത്രി ശ്രീമതി ചിഞ്ചു റാണി അവர்களാണ്. നമ്മുടെ പ്രസ്ഥാനത്തെ ഏത് പ്രവർത്തനത്തിലും മുൻപിൽ നിന്ന് നമുക്ക് നല്ല മാർഗനിർദ്ദേശങ്ങൾ തരികയും നമ്മുടെ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കുന്നതിൽ എല്ലായ്പ്പോഴും നമ്മളോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട മന്ത്രിയെ ഞാൻ ജില്ലാ അസോസിയേഷന് വേണ്ടിയിട്ട് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഈ പദ്ധതി വിശദീകരിക്കുന്നത് സ്കൗട്ട് ആൻഡ് ഗൈഡിന്റെ അഡൽട്ട് വിഭാഗം DC സുഷമ ടീച്ചറാണ്. സ്റ്റേറ്റ് പ്രതിനിധിയുടെ അഭാവത്തിലാണ് ഈ ഉത്തരവാദിത്വം ടീച്ചറിലേക്ക് എത്തിച്ചേരുന്നത്. ടീച്ചറിനെ ഞാൻ സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന ചടയമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി മിനി സുനിൽ അവരുടെ സ്കൗട്ട് ആൻഡ് ഗൈഡ് പ്രസ്ഥാനത്തിന്റെ പേരിൽ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുക. ശ്രീ ഹരിവി നായർ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യങ്ങളൊന്നുമില്ലാത്ത സ്കൗട്ട് പ്രസ്ഥാനത്തിന്റെ കുടുംബത്തിന്റെ ഭാഗമായി നമ്മുടെ ജില്ലയുടെ പ്രസിഡന്റും ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാന്യനായ ഹരിവി നായർ അവരെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യും. നമ്മുടെ ഇന്നത്തെ ഈ യോഗത്തിൽ ലഹരി വിരുദ്ധ സന്ദേശം നൽകുവാനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ചടയമംഗലം സബ് ഇൻസ്പെക്ടർ ശ്രീ സുനീൽ സാറാണ്, സർക്കിൾ ഇൻസ്പെക്ടറാണ്. അദ്ദേഹത്തിന് സ്നേഹത്തോടെ ആദരവോടെ ഈ യോഗത്തിലേക്ക് ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യും. അതുപോലെ തന്നെ ലഹരിയുടെ സന്ദേശം വിദ്യാർത്ഥികളിലേക്കും പൊതുജനങ്ങളിലേക്കും എത്തിച്ചുകൊണ്ടിരിക്കുന്നതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്നത് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ആ എക്സൈസ് ഡിപ്പാർട്ട്മെന്റില് നിരന്തരം ക്ലാസുകൾ എടുത്തുകൊണ്ടിരിക്കുന്ന എക്സൈസ് സബ് ഇൻസ്പെക്ടർ രാജേഷ് സാറിനെ ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നിങ്ങളുമായി സംബന്ധിക്കുവാനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ചടയമംഗലം SI മോനിഷ് സാറിനെയും സ്കൗട്ട് ആൻഡ് ഗൈഡ് ജില്ലാ അസോസിയേഷന്റെ പേരിൽ ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന സ്കൂൾ HM AEO ജ്യോതി ടീച്ചറിനെ ഞാൻ ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. HM ശ്രീമതി മായ ടീച്ചറിനെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രസ്ഥാനത്തിന്റെ വിജയത്തിനായി അക്ഷീണം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ജില്ലാ DTC മദൻലാൽ സാറിനെയും മൈദി ബിബി ടീച്ചർ, അതുപോലെ തന്നെ DOC വിജയപിള്ള സാർ, DOC കാർത്തിക ഭാസ്കർ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി മിനി കെ ജോൺ,
LA സെക്രട്ടറി സെയ്ദ് മുഹമ്മദ് സാർ, LA സെക്രട്ടറി ഷാലി ടീച്ചർ, ജില്ലാ ട്രഷറർ ബിജു സാർ തുടങ്ങിയവരെയും ഈ യോഗത്തിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ് തോമസ് ജോർജ് സാറ്. ഈ ജെംസ് സ്കൂളിന്റെ മാനേജരായിട്ട് പ്രവർത്തിച്ചു വരുന്നു. സ്കൗട്ട് പ്രസ്ഥാനത്തിന്റെ പുനലൂർ വിദ്യാഭ്യാസ ജില്ലയിലെ പ്രവർത്തനങ്ങൾക്കെല്ലാം എല്ലാവിധ സഹായങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്ന ജോർജ് സാറിനെ ഈ യോഗത്തിലേക്ക് ഞാൻ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഈ ഉദ്ഘാടന യോഗത്തിന്റെ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച് നമുക്ക് എല്ലാവിധ സഹായങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ LA സെക്രട്ടറി ഡോക്ടർ പ്രീത വി അവരെ ഞാൻ ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ സ്കൗട്ട് ഗൈഡ് വിദ്യാർത്ഥികളുമാണ്. നിങ്ങൾക്ക് ഭാരിച്ച ഉത്തരവാദിത്വം ഏൽക്കുകയാണ്. ഇത് നമ്മുടെ ഒരു അധിക ജോലിയായിട്ടല്ല, ഒരു കടമയായിട്ട് കാണണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ സ്കൗട്ട് ഗൈഡ് വിദ്യാർത്ഥികളെയും ഞാൻ ഈ മഹനീയമായ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം ഈ യൂണിറ്റുകളെ വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വിവിധ സ്കൂളുകളിൽ നിന്ന് എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ യൂണിറ്റ് ലീഡർമാരെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. താങ്ക് യു ബിജുലാൽ സാർ. അടുത്തതായി കേരളീയ രാഷ്ട്രീയത്തിൽ ശ്രദ്ധേയമായ മാറ്റങ്ങൾ കൊണ്ടുവരികയും ജനഹൃദയങ്ങളിൽ സ്ഥാനമുറപ്പിക്കുകയും ചെയ്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന സംസ്ഥാന മൃഗസംരക്ഷണ ക്ഷീരമഹോത്സവ വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട ജെ ചിഞ്ചുറാണി അവരുടെ സ്കൗട്ട് ആൻഡ് ഗൈഡ് പ്രസ്ഥാനത്തോട് ചേർന്ന് നിന്ന് നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും കൂടെ നിൽക്കുന്ന, പ്രത്യേകിച്ച് കുട്ടികളെ ഏറെ സ്നേഹിക്കുന്ന ബഹുമാനപ്പെട്ട ചിഞ്ചുറാണി അവരുടെ ലഹരിമുക്ത നവകേരളം പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ടു. ഓക്കെ. ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ ജെ ചിഞ്ചുറാണി ജില്ലാതല അസോസിയേഷൻ്റെ ലഹരിവിരുദ്ധ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയാണ്. നിരവധി വിശുദ്ധ അതിഥികൾ ഉൾപ്പെടെ ഈ സത്യത്തിൽ ഹരിയാണ വന്നു. യെസ്.
സ്വാഗതം പറഞ്ഞ ജില്ലാ സെക്രട്ടറി കൂടിയായ ശ്രീ ബിജിലാൽ, പദ്ധതി വിശദീകരണം നടത്തുന്ന പ്രിയപ്പെട്ട സ്റ്റേറ്റ് കമ്മീഷണർ ശ്രീ വിജയകുമാർ, ആശംസകൾ അർപ്പിക്കുന്ന പ്രിയപ്പെട്ട ചടയമംഗലം പഞ്ചായത്തിന്റെ പ്രസിഡന്റ് സഖാവ് മിനി സുനിൽ, പ്രിയങ്കരനായ ബ്ലോക്ക് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് സഖാവ് ഹരി വി നായർ, പ്രിയപ്പെട്ട വാർഡ് മെമ്പർ ഉണ്ണികൃഷ്ണൻ, അതോടൊപ്പം തന്നെ ശ്രീ ജിജി ചന്ദ്രൻ, ശ്രീ അജയ് കുമാർ DO പുനലൂർ, ശ്രീമതി ജ്യോതി AEO, ശ്രീ സുനീഷ്, പ്രിയപ്പെട്ട ശ്രീ രാജേഷ്, അതോടൊപ്പം തന്നെ ഇന്നിവിടെ പങ്കെടുക്കുന്ന ശ്രീ തോമസ് ജോർജ്, ശ്രീമതി സുഷമ സോമരാജൻ, ശ്രീ സുനീഷ്, ശ്രീ മദൻലാൽ, ശ്രീ മൈദീൻ ബീവി, ശ്രീ വിജയൻ പിള്ള, പ്രിയപ്പെട്ട ശ്രീമതി കാർത്തിക ഭാസ്കർ, ശ്രീമതി മിനി കെ ജോൺ, ശ്രീ സെയ്ദ് മുഹമ്മദ്, ശ്രീമതി ഷാജി, അതോടൊപ്പം തന്നെ ശ്രീ ബിജു, കൃതജ്ഞത രേഖപ്പെടുത്തുന്ന ഡോക്ടർ പ്രീത ഉൾപ്പെടെയുള്ള പ്രിയങ്കരായ വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, പ്രിയങ്കരായ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, അതോടൊപ്പം തന്നെ അധ്യാപക സുഹൃത്തുക്കൾ, നമ്മുടെ എക്സൈസ് ഉൾപ്പെടെയുള്ള പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ പ്രിയങ്കരായ ഉദ്യോഗസ്ഥരെ, പത്രമാധ്യമ പ്രവർത്തകരെ, വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഈ ചടങ്ങ് ഇന്ന് നമ്മുടെ നിയോജക മണ്ഡലത്തിലുണ്ട് എന്നറിഞ്ഞിട്ട് വളരെ കൃത്യതയോടുകൂടി അതിന് സമയം കൊടുക്കുകയും ഇവിടെ എത്തിച്ചേരുകയും ചെയ്തു. ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ഒക്കെ തന്നെ നമ്മുടെ കൊല്ലം ജില്ലയിൽ സാന്നിധ്യമായി നിൽക്കുന്ന കാലഘട്ടങ്ങളിലൊക്കെ അതിന്റെ ജില്ലാതല ഭാരവാഹിയായി ഒക്കെ ഇരിക്കുവാൻ കഴിഞ്ഞ ഒരാൾ കൂടിയാണ്. പലപ്പോഴും നിങ്ങളുടെ സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും ഒക്കെയുള്ള ക്യാമ്പുകളിലും അറ്റൻഡ് ചെയ്യുവാൻ കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ്. നമ്മുടെ പരവൂർ വെച്ച് ദേശീയാടിസ്ഥാനത്തിൽ നടന്നൊരു ക്യാമ്പിലും നമ്മുടെ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന പരിപാടികളിലുമൊക്കെ പലപ്പോഴും സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെ ക്യാമ്പുകളിൽ വിസിറ്റ് ചെയ്യുവാൻ സാധിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും അത്തരത്തിലുള്ള പരിപാടികൾ അവർ സംഘടിപ്പിക്കുമ്പോൾ അതിന്റെ മുൻകൈ എടുത്ത് നമ്മൾ വരുവാൻ ശ്രമിക്കുന്നത്. നമുക്കറിയാം, സാധാരണ ആൾക്കാർക്ക് ഒട്ടും നിവൃത്തിയില്ലാത്ത, കയറി കിടക്കുവാൻ ഒരു വീട് പോലും ഇല്ലാത്ത നിരവധി ആൾക്കാർക്ക് വീട് വെച്ച് കൊടുക്കുവാൻ മുന്നോട്ട് വരുന്ന ഒരു പ്രസ്ഥാനം കൂടിയാണ് നമ്മുടെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്. പലപ്പോഴും നിർദ്ധരായ കുട്ടികൾക്ക് അത്തരത്തിലുള്ള വീട് വെച്ച് കൊടുക്കുമ്പോൾ ആ പരിപാടികളൊക്കെ വലിയ വിജയപ്രദമാക്കി മാറ്റുവാനൊക്കെ മുൻകൈ എടുക്കുന്ന സ്കൗട്ട് ഗൈഡ് പ്രസ്ഥാനത്തെ നമുക്കത് കാണുവാൻ കഴിയും. നമുക്കറിയാം, ഇന്ന് ഒട്ടേറെ കുട്ടികൾ NCCയിലൂടെയും NSSലൂടെയും സ്കൗട്ടിലൂടെയും ഗൈഡ്സിലൂടെയും ഒക്കെ ഉയർന്നു വരുന്ന ഒട്ടേറെ കുട്ടികളെ നമുക്കിന്ന് സമൂഹത്തിൽ കാണുവാൻ കഴിയും. അച്ചടക്ക ബോധമുള്ള ഒരു നല്ല സമൂഹമായി നമ്മുടെ ഈ കേരളത്തെയും ഇന്ത്യയും കെട്ടിപ്പടുക്കുവാൻ, അതിന് മുൻകൈ എടുക്കുവാൻ നമ്മുടെ സ്കൗട്ടിന്റെയും ഗൈഡ്സിന്റെയും NCCന്റെയും ഒക്കെ പ്രസ്ഥാനങ്ങൾക്ക് ഇന്ന് കഴിയുന്നു എന്നുള്ളതാണ്. അതിലൂടെ ഉയർന്നു വരുന്ന കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസം ഉൾപ്പെടെ നേടി മുന്നോട്ട് പോകുവാൻ അവർക്ക് നമ്മുടെ ഗവൺമെന്റ് തന്നെ അവർക്ക് വേണ്ടുന്ന സംവിധാനങ്ങൾ, അവർക്ക് വേണ്ടുന്ന മാർക്കുകൾ, അഡീഷണൽ മാർക്കുകൾ ഉൾപ്പെടെ കൊടുത്തുകൊണ്ട് ഉപരി വിദ്യാഭ്യാസത്തെ സഹായിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളും ഇന്ന് കേരളത്തിൽ സംഘടിപ്പിച്ചു വരികയാണ്. ഞങ്ങൾക്ക് ക്യാമ്പുകളിൽ മാത്രമല്ല, ഉയർന്നുയർന്നു പോകുവാൻ പറ്റാവുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ ഏറ്റവും മുന്നിൽ നമുക്കറിയാം, രാഷ്ട്രപതി മെഡൽ ഉൾപ്പെടെ നേടിയെടുക്കുവാൻ ഇത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങൾക്ക് കഴിയുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട സംഗതികളാണ്. ഗ്രേസ് മാർക്കിൽ നമുക്കറിയാം 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും മാർക്ക് കുറവുണ്ടെങ്കിൽ ഓരോ വിഷയത്തിനും ആ മാർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കുവാനൊക്കെ തയ്യാറെടുത്ത് വരുന്ന നമ്മുടെ ഗവൺമെന്റ് വിദ്യാഭ്യാസ വകുപ്പിനെ നമുക്ക് കാണുവാൻ കഴിയും. പക്ഷെ ഇന്ന് നിങ്ങളിടുന്ന ഒരു ക്യാമ്പയിൻ എന്ന് പറയുമ്പോൾ ലഹരി വിമുക്ത കേരളം എന്ന പേരിൽ ഒരു വലിയ ക്യാമ്പയിന് നമ്മുടെ ഈ ചടയമംഗലം നിയോജക മണ്ഡലം മാത്രമല്ല, അതിന് പുറത്തുള്ള സ്കൂളുകളിൽ നിന്നുള്ള നമ്മുടെ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്ന പുനലൂർ ജില്ലാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ തന്നെയാണ് ഈ ഇത്തരത്തിലുള്ള വിപുലമായ ഒരു ചടങ്ങ് നമ്മുടെ ഇന്ത്യൻ സ്കൂളിൽ വെച്ച് സംഘടിപ്പിക്കുവാൻ ഇതിന്റെ ഭാരവാഹികൾ നിശ്ചയിക്കുകയും അതിനകത്ത് എല്ലാ തരത്തിലുമുള്ള ഈ ലഹരി വിമുക്ത കേരളം സൃഷ്ടിക്കുവാൻ നമ്മുടെ മുന്നോട്ട് വരുന്ന എക്സൈസ് ഡിപ്പാർട്ട്മെന്റിനെയും
പോലീസ് ഡിപ്പാർട്ട്മെന്റിനെയും ഒക്കെ കൈപിടിച്ച് അവരെയും കൂടെ കൈകോർത്ത് പിടിച്ചുകൊണ്ടാണ് ഈ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. നമുക്കറിയാം ഇന്ന് അന്താരാഷ്ട്ര മാഫിയകൾ നമ്മുടെ കേരളത്തിൽ ഈ മാഫിയയിൽ നിന്ന് മുക്കിക്കൊല്ലുന്ന ഒരു കാലഘട്ടമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. കഴിഞ്ഞ 10 വർഷക്കാലത്തെ ആ പ്രവർത്തനം എടുത്ത് പരിശോധിച്ചാൽ അത്തരത്തിലുള്ള നിരവധി ലഹരി സാധനങ്ങൾ കേരളത്തിലേക്ക് കടന്നു വരികയാണ്. നമ്മുടെ കേരള തീരം വഴി 1-2 25,000 കോടി വില വരുന്ന ആ ലഹരി, അന്താരാഷ്ട്ര ലഹരി, അത് വോട്ടുമാർഗം നമ്മുടെ കേരളത്തിൽ തീരപ്രദേശത്ത് അടിക്കുന്നത് നാം കണ്ടതാണ്. അപ്പൊ അത്തരത്തിലുള്ള അന്താരാഷ്ട്ര മാഫിയകൾ വരെ കടന്നു വരുവാൻ കയറുന്ന തരത്തിലേക്ക് നമ്മുടെ കേരളം ഉൾപ്പെടെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് വിമാനമാർഗത്തിലും അതോടൊപ്പം തന്നെ റോഡ് മാർഗം മുഖേന, കപ്പൽ മാർഗം മുഖേന ഒക്കെ ലഹരി കുന്നുകൂടി നമ്മുടെ കേരളത്തിലേക്ക് വരികയാണ്. അതെല്ലാം ബാധിക്കുന്നത് ഏറ്റവും കൂടുതൽ നമുക്കറിയാം നമ്മുടെ സ്കൂൾ കുട്ടികൾ, വിദ്യാർത്ഥിനികളെയാണ്. അത് സ്കൂൾ ക്യാമ്പസുകളിലും അത് കോളേജ് ക്യാമ്പസുകളിലും ഇങ്ങനെ ചുറ്റി വരിഞ്ഞ് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. പെൺകുട്ടികൾ ഉൾപ്പെടെ നമുക്കറിയാം ഈ ലഹരിക്ക് അടിമയായി മാറുന്ന ഒരവസ്ഥ കേരളത്തിൽ ഇന്ന് കണ്ടുവരുന്നു. ക്യാമ്പസുകളിലൊക്കെ നോക്കുമ്പോൾ അതൊക്കെ അവർക്ക് കിട്ടിക്കഴിയുന്നു. നമ്മുടെ സിനിമാ മേഖല ഉൾപ്പെടെ എടുത്ത് പരിശോധിക്കുമ്പോൾ സിനിമാ പ്രവർത്തകർ ഉൾപ്പെടെ ലഹരി ഉപയോഗിക്കുന്നതായിട്ടാണ് ഇന്ന് കാണുവാൻ കഴിയുന്നത്. പലയിടത്തും അത്തരത്തിലുള്ള മാഫിയകളെ ഇന്ന് പിടിക്കത്തക്ക നിലയിൽ ആ മാഫിയകളാണ് ഇത്തരത്തിലുള്ള വിവിധ മേഖലകളിൽ ഈ ലഹരി കൊണ്ടെത്തിക്കുന്നത്. ആ ലഹരി ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നാം മനസ്സിലാക്കും. ഒരു ഘട്ടത്തിൽ നമ്മൾ ഈ ലഹരി ഉപയോഗിച്ചു കഴിഞ്ഞാൽ നാളെ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ പറ്റത്തില്ല. നിങ്ങളുടെ ജീവിതം തന്നെ വഴിമുട്ടി പോകുന്ന ഒരവസ്ഥയിലേക്ക്, പിന്നെ ജീവിച്ചുകൊണ്ട് വലിയ ഗുണമില്ലാത്തൊരവസ്ഥ ഈ ലഹരി ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുമെന്നുള്ള യാഥാർത്ഥ്യങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അതുകൊണ്ട് ഒരു നല്ല സമൂഹം കെട്ടിപ്പടുക്കണമെങ്കിൽ, നമുക്കെല്ലാം ഉയർന്ന മേഖലകളിലേക്ക് കടന്നു കയറണമെങ്കിൽ, നല്ലൊരു കുടുംബ ജീവിതം നമുക്ക് നയിക്കണമെങ്കിൽ തീർച്ചയായിട്ടും വീട്ടുകാരെ ഉൾപ്പെടെ അനുസരിച്ചുകൊണ്ട് ഒരു നല്ല സമൂഹത്തെ കെട്ടിപ്പടുക്കുവാൻ നിങ്ങളെ പോലെയുള്ള യുവ വിദ്യാർത്ഥികൾക്ക് കഴിയണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയുന്നത്. ഈ അടുത്ത സമയത്ത് എറണാകുളം ജില്ലയിൽ ഒരു പയ്യൻ ലഹരി ഉപയോഗിച്ചതിന് ശേഷം സ്വന്തം മാതാവിനെ വെട്ടിക്കൊല്ലുന്നത് നാം കണ്ടു. മരിക്കുന്നിടം വരെ ആ കത്താൾ ഉപയോഗിച്ച് അവരെ വെട്ടിയെന്ന് നാം കണ്ടു. അവർ യഥാർത്ഥത്തിൽ ഒരു ക്യാൻസർ രോഗിയായിരുന്നു. അപ്പൊ മകൻ ലഹരി ഉപയോഗിച്ചു കഴിഞ്ഞ് രോഗിയായ അമ്മയാണ് വെട്ടിക്കൊല്ലുന്നത് എന്ന ചിന്ത പോലും ഇല്ലാതെ വെട്ടിക്കൊന്നത് നാം കണ്ടതാണ്. 13 വയസ്സുള്ള ഒരാൺകുട്ടി, ആ ആൺകുട്ടി വീട്ടില് അമ്മയും അച്ഛനും മലമാരിയിൽ വെച്ച് കൂട്ടിയിരുന്ന 1 ലക്ഷത്തിലധികം വരുന്ന പണം എടുത്തുകൊണ്ടുപോയി ലഹരി ഉപയോഗിക്കുന്നത് നാം കണ്ടതാണ്. അതിനു വേണ്ടിയിട്ട് അതെല്ലാം ഉപയോഗിക്കുന്നത് മാത്രമല്ല, സ്വന്തം സഹോദരിക്കും ലഹരി കൊടുത്ത 13 വയസ്സുകാരനെ കണ്ടത് നമ്മുടെ ഈ കൊച്ചി കേരളത്തിലാണ്. അവരൊക്കെ എങ്ങോട്ട് പോകുന്നു എന്നുള്ളത് നാം ചിന്തിക്കണം. സഹപാഠികൾക്ക് പോലും അത്തരത്തിലുള്ള ലഹരി കൊടുത്തുകൊണ്ട് അവരെ എല്ലാം ഇതിനെ അടിമപ്പെടുത്തുന്ന ഒരവസ്ഥയിൽ പിന്നെ പഠിക്കണ്ട, പിന്നെ വീട് നോക്കണ്ട, പിന്നെ ആരാണ് സഹോദരങ്ങളാണോ അമ്മയാണോ എന്ന് തിരിച്ചറിയുവാൻ പോലും പറ്റാത്ത തരത്തിൽ ഈ ലഹരി ഉപയോഗിക്കുന്ന കുട്ടികൾ മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ. അതാണ് ഞങ്ങൾ ഇപ്പോൾ ഏറ്റവും അവസാനം കണ്ടത്. ഒരു അമ്മയും അച്ഛനെയും ലഹരി ഉപയോഗിച്ചതിന് ശേഷം തിരിച്ചറിയാൻ പോലും പറ്റാത്ത ആ ഘട്ടത്തിൽ അച്ഛനെയും അമ്മയും വെട്ടി കൊല്ലുവാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷെ അമ്മ ഇറങ്ങി ഓടി തലയ്ക്കും തോളിനുമൊക്കെ ഗുരുതരമായ വെട്ടുകൊണ്ട് ആശുപത്രിയിൽ പോകുന്ന ഒരവസ്ഥ. രണ്ടുപേരും മരിച്ചില്ല. അവസാനം ആ അമ്മയും അച്ഛനും പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ഇനി സ്വന്തം വീട്ടിൽ താമസിക്കുന്നില്ല. നാളെ ഇവൻ പോലീസിൽ നിന്ന് അല്ലെങ്കിൽ ജയിലിൽ നിന്ന് ഇറങ്ങി വരുമ്പോ നാളെ ഞങ്ങളെ വെട്ടിക്കൊല്ലും, അതുകൊണ്ട് ഞങ്ങൾ വൃദ്ധസദനത്തിലേക്ക് പോകുകയാണ് എന്ന് പറയുന്ന അച്ഛനെയും അമ്മയും നമ്മുടെ സമൂഹത്തിൽ കാണുവാൻ കഴിയും. അപ്പൊ അത്തരത്തിലുള്ള അച്ഛനമ്മമാരെയാണോ നമുക്ക് വേണ്ടുന്നത്? നിങ്ങളൊക്കെ സ്നേഹിക്കപ്പെടുന്ന, നിങ്ങളെയൊക്കെ വളർത്തി വലുതാക്കുന്ന, നിങ്ങളെയെല്ലാം പഠിപ്പിക്കുന്ന, നിങ്ങളെല്ലാം സ്കൂളിൽ വിട്ട് സ്വന്തം കാലിൽ നിർത്തുവാൻ ഉള്ള സാഹചര്യം സൃഷ്ടിക്കുന്ന അച്ഛനെയും അമ്മയും ബഹുമാനിച്ചുകൊണ്ട് അവർ പറയുന്നത് കേട്ടുകൊണ്ട് മുന്നോട്ട് പോകുവാൻ പറ്റാവുന്ന പുതിയ തലമുറ നമുക്കുണ്ടാകും. അവർ രാജ്യസ്നേഹികളാണ്. നമ്മൾ ഗൈഡ്സിലും നമ്മൾ ഈ സ്കൗട്ടിലും NCCയിലും NSSലും ഒക്കെ കാണുന്നത് രാജ്യസ്നേഹം പുലർത്തുന്ന നമ്മുടെ കുട്ടികളെയാണ്. ആ കുട്ടികൾ വളർന്നു വന്നാൽ നല്ല രാജ്യസ്നേഹികളായി
നമ്മുടെ രാജ്യത്ത് അംഗീകരിക്കപ്പെടുന്ന ആൾക്കാരായി നിങ്ങളെപ്പോലെയുള്ള ആൾക്കാർക്ക് മാറുവാൻ കഴിയും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ പ്രസ്ഥാനത്തിലൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്കറിയാം നമ്മുടെ പ്രദേശങ്ങളിൽ ഉണ്ടാകുന്ന വെള്ളപ്പൊക്കത്തിൽ, അതുപോലെ തന്നെ മലയിടിച്ചിലിൽ, മറ്റിതര പ്രവർത്തനങ്ങൾ ഒക്കെ ഉണ്ടാകുമ്പോൾ, വയനാട് ദുരന്തം ഉൾപ്പെടെ ഉണ്ടാകുമ്പോഴും ആ ദുരന്തത്തിന്റെയൊക്കെ മുൻപന്തിയിൽ നിങ്ങളെ പോലെയുള്ള പ്രസ്ഥാനങ്ങൾ ഓടിയെത്തുന്നത് നമുക്ക് പലപ്പോഴും കാണാം. നമ്മുടെ വീടുകൾ വൃത്തിയാക്കി കൊടുക്കുവാൻ ഉൾപ്പെടെയുള്ള നമ്മുടെ ഈ കേരളത്തിൽ കരുനാഗപ്പള്ളി മേഖലയിലൊക്കെ സുനാമി അടിച്ചപ്പോൾ ഞാൻ ഇന്ന് ഓർക്കുന്നു, നമ്മുടെ ഇത്തരത്തിലുള്ള കുട്ടികളുടെ പ്രവർത്തനങ്ങൾ, സാമൂഹ്യ പ്രവർത്തനങ്ങൾ ഞങ്ങൾ കണ്ടതാണ്. അപ്പൊ അത്തരത്തിലുള്ള സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിക്കൊണ്ട് നമ്മുടെ സമൂഹത്തിൽ വീടില്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കുട്ടിക്ക് മഴയും വെയിലും ഏൽക്കാതെ കയറി കിടക്കുവാൻ, വീടുൾപ്പെടെ നിർമ്മിക്കുവാൻ നിങ്ങളുടെ കയ്യിലെ ഓരോ ചെറിയ പണവും ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് വരുവാനും ഒക്കെ കഴിയുന്ന ഒരു പ്രസ്ഥാനമായി നമ്മുടെ പ്രസ്ഥാനമാണ്. അതുകൊണ്ട് ഈ ലഹരി നമ്മുടെ സമൂഹത്തിൽ നിന്ന് നമുക്ക് തൂത്തെറിയണം. നമ്മുടെ ക്യാമ്പസുകളിൽ നമുക്ക് എത്രത്തോളം ക്യാമ്പയിനുകൾ നമുക്ക് നടത്തിക്കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കും. നിങ്ങൾക്ക് തന്നെ ഈ ലഹരി ഉപയോഗം തടയുവാൻ വേണ്ടി കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തന്നെ എല്ലാ സ്കൂളുകളിലും രാവിലെയും വൈകിട്ടും ഒക്കെ സൂംബ ഉൾപ്പെടെയുള്ള ഡാൻസുകൾ ഉൾപ്പെടെ നടത്തി മുന്നോട്ട് വരുന്നത് നിങ്ങൾ കണ്ടു. സൂംബ ഡാൻസ് അല്ലാതെ സൂംബ നമ്മുടെ കയ്യിലും കാലും ഒക്കെ നല്ല ആരോഗ്യം ഉണ്ടാകത്തക്കതിന് കയ്യും കാലും ഒക്കെ ചലിപ്പിച്ചുകൊണ്ട് നല്ല ആരോഗ്യമുള്ള, സന്തോഷമുള്ള നല്ലൊരു തലമുറയിൽ നമുക്ക് സൃഷ്ടിക്കുവാൻ, അത് ലഹരി വിരുദ്ധ സമൂഹമായി നമുക്ക് മാറുവാൻ, ലഹരിയുടെ ഉപയോഗത്തിൽ നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങളിലൊക്കെ മാറ്റിമറിക്കുവാൻ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള പരിപാടികൾക്ക് കഴിയും. പല സ്കൂളുകളിലും ചെല്ലുമ്പോൾ ഇപ്പോൾ ക്ലാസ് റൂമുകളിൽ തന്നെ അധ്യാപകർ അവർ വൈകിട്ടും രാവിലെയും ഒക്കെ ഈ സുബായിയുടെ പ്രവർത്തനം ഇന്ന് അധ്യാപകർക്കും അവർക്ക് അതിന്റെ പരിശീലനം കൊടുക്കുന്നത് കൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് അത് പകർന്നുകയാണ്. അപ്പൊ ആ തരത്തിലുള്ള ക്യാമ്പയിനുകൾ കേരളത്തിൽ വരുമ്പോൾ അതൊക്കെ വളരെ വ്യക്തതയോടുകൂടി, വളരെ നല്ല സന്നദ്ധതാ ബോധത്തോടുകൂടി നമുക്കതൊക്കെ നടപ്പിലാക്കുവാൻ, ഒരു നല്ല സമൂഹത്തെ നമ്മുടെ കേരളത്തിൽ നമുക്ക് സൃഷ്ടിച്ചെടുക്കുവാൻ നിങ്ങളെ പോലെയുള്ള യുവ തലമുറയിൽ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്ക് കഴിയണം. നമ്മുടെ കോളേജ് ക്യാമ്പസുകൾ ഉൾപ്പെടെ എടുത്ത് പരിശോധിക്കുമ്പോൾ ഇതൊക്കെ നമുക്ക് കാണുവാൻ കഴിയും. നമ്മുടെ പെൺകുട്ടികൾ ഉൾപ്പെടെ ലഹരിക്ക് അടിമയായി വരുന്ന ഒരവസ്ഥ നമ്മുടെ കേരളത്തിൽ കാണുവാൻ കഴിയും. പല ആശുപത്രികളിലും ഇന്ന് ചെല്ലുമ്പോൾ അത്തരത്തിലുള്ള കുട്ടികളെ കൊണ്ട് വളരെ ദൂരെ പോയി ട്രീറ്റ്മെന്റ് നടത്തുന്ന അച്ഛനെയും അമ്മമാരെയും നമുക്ക് കാണുവാൻ കഴിയുന്നു. നാണക്കേടാണ് സ്വന്തം മക്കൾ, പ്രത്യേകിച്ച് പെൺമക്കൾ ലഹരി ഉപയോഗിക്കുന്നു എന്നൊക്കെ പറയുന്നു. അതിൽ നിന്ന് വിമുക്തി നേടുവാൻ വേണ്ടിയിട്ടാണ് ആ രക്ഷകർത്താക്കൾ കുഞ്ഞുങ്ങളെയും കൊണ്ട് നെട്ടോട്ടം ഓടുന്ന ഒരവസ്ഥ. ഉന്നത മേഖലകളിൽ പോലും ഉന്നത ഉദ്യോഗസ്ഥരുടെ മക്കൾ പോലും ഈ ലഹരിക്ക് അടിമയായി വരുന്ന ഒരവസ്ഥയിൽ, ആ വീട് തന്നെ മാറ്റിമറിക്കുന്ന ഒരവസ്ഥയിലേക്കൊക്കെ അത് വരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് അത് വളരെ ഭീതിജനകമായി നമ്മുടെ കേരളത്തിലും നമ്മുടെ രാജ്യത്തിലും ഇന്ന് പടർന്നു പിടിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നു. കേരളം വിദ്യാസമ്പന്നമായ കേരളമാണ്. 100% സാക്ഷരത കൈവരിച്ച ഒരു കേരളമാണ്. നമുക്കറിയാം ആ കേരളത്തിലാണ് ഇത്തരത്തിലുള്ള പ്രവണതകൾ കൂടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളെപ്പോലെയുള്ള പ്രസ്ഥാനം ഈ ലഹരി ഇല്ലാതാക്കുവാനുള്ള പ്രവർത്തനത്തിലേക്ക് മുൻകൈ എടുത്ത് നിങ്ങളെപ്പോലുള്ള ആൾക്കാർ വരണം. അത് മറ്റുള്ളവരിലേക്ക് പ്രാവർത്തികമാക്കുവാൻ നമ്മുടെ സഹപാഠികളെ മുഴുവൻ അതിൽ നിന്നും മാറ്റി എടുത്തുകൊണ്ട് ഒരു പുതിയ തലമുറ നമ്മുടെ കേരളത്തിൽ ഉയർന്നു വരുവാനുള്ള പ്രവർത്തനത്തിലേക്ക് നിങ്ങളുടെ സേവനം ഉണ്ടാകണം എന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് കേരള സ്റ്റേറ്റ് ഫാറസ്റ്റ് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് പുനലൂർ ജില്ലാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഇന്ന് സംഘടിപ്പിക്കപ്പെട്ട ഈ ലഹരിമുക്ത നവകേരളം നിങ്ങളുടെ ഏവരുടെയും സാന്നിധ്യത്തിൽ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ലഹരിമുക്ത നവകേരളം പദ്ധതി ഉദ്ഘാടനം നിർവഹിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളോട് വിലയേറിയ വാക്കുകൾ പറഞ്ഞ ബഹുമാനമുള്ള മന്ത്രി ജെ ചിറ്റൂറാണി അവർക്ക് കേരള സ്റ്റേറ്റ് ഫയർ സ്കൗട്ട് ഗൈഡ് പ്രസ്ഥാനത്തിന്റെ നന്ദി ഒരു പ്രാവശ്യം കൂടി അറിയിച്ചു കൊള്ളുന്നു. ഈ യോഗത്തിന്റെ അധ്യക്ഷ ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ലതിക വിദ്യാധരന്റെ അധ്യക്ഷ പ്രസംഗത്തിനായി ക്ഷണിച്ചുകൊണ്ടു.
ആദരണീയായ ഉദ്ഘാടക ശ്രീമതി ജയചിറ്റൂറാണി, സ്വാഗതം ആശംസിച്ച ശ്രീ ജില്ലാ സെക്രട്ടറി, വേദിയിലിരിക്കുന്ന ഗ്രാമപഞ്ചായത്തിന്റെ ബഹുമാനിയായിട്ടുള്ള പ്രസിഡന്റ് മിനി സുനിൽ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ ഹരി നായർ, ബഹുമാനിയായിട്ടുള്ള AEO ശ്രീമതി ജ്യോതി, പ്രിയപ്പെട്ട ചടയമംഗലം സർക്കിൾ ഇൻസ്പെക്ടർ ശ്രീ സുരേഷ്, ശ്രീ രാജേഷ്, അതുപോലെ തന്നെ ശ്രീ അജയ്കുമാർ DEO, വേദിയിലിരിക്കുന്ന വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഏറ്റവും സ്നേഹനിധികളായ വിദ്യാർത്ഥിനികളെ, അതുപോലെ തന്നെ പുനലൂർ സബ് ജില്ലയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളിൽ നിന്നും നമ്മുടെ കുട്ടികളെ ഇവിടെ എത്തിച്ചിട്ടുള്ള പ്രിയപ്പെട്ട അധ്യാപകര്, പ്രിയപ്പെട്ട കുട്ടികളെ, രക്ഷിതാക്കളെ, വളരെയധികം കാലിക പ്രാധാന്യമുള്ള ഒരു വിഷയത്തെ ആസ്പദമാക്കിയുള്ള പുനലൂർ സബ് ജില്ലാ തലത്തിലുള്ള ഒരു പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് പ്രസംഗത്തെക്കാളേറെ ലഹരി മുക്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുതിയ തലമുറയിലെ പ്രത്യേകിച്ച് വിദ്യാർത്ഥിനികൾ ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്വങ്ങളെ സംബന്ധിച്ച് പോലീസ് ഓഫീസർമാരും അതുപോലെ എക്സൈസ് വകുപ്പും അതുപോലെ തന്നെ ജനപ്രതിനിധികളും അതുമായി ബന്ധപ്പെട്ടുള്ള നിരവധി ആളുകളാണ് ഇന്ന് ഈ വേദിയിലിരിക്കുന്നത്. അവരോരോരുത്തരും പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തെ ഇന്ന് കാർന്നു നിന്നുന്ന ഈ ലഹരി എന്ന് പറയുന്ന ആ മഹാവിപത്തിനെ നമുക്ക് എങ്ങനെ നിർമ്മാർജ്ജനം ചെയ്യുവാൻ കഴിയുമെന്ന ഒരു ദൃഢപ്രതിജ്ഞയാണ് ഇതിൽ നിന്ന് നമ്മൾ എടുക്കേണ്ടത്. അതിൽ വിദ്യാർത്ഥികളായി നിങ്ങൾക്ക് വലിയ പങ്ക് വഹിക്കുവാൻ കഴിയും. ബഹുമാനപ്പെട്ട സർക്കിൾ ഇൻസ്പെക്ടറും അതുപോലെ തന്നെ സബ് ഇൻസ്പെക്ടറും അതുപോലെ എക്സൈസിന്റെ സബ് ഇൻസ്പെക്ടറും എല്ലാം പങ്കെടുക്കുന്നുണ്ട്. അവര് പറഞ്ഞു തരും ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓരോ ദിവസം അവരെടുക്കുന്ന അവരുടെ മുമ്പിൽ വരുന്ന പ്രശ്നങ്ങൾ, അത് നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ അറിഞ്ഞോ അറിയാതെയോ അകപ്പെടുമ്പോൾ ഉണ്ടാകുന്ന അവരുടെ മാതാപിതാക്കൾ അനുഭവിക്കുന്ന മാനസിക പ്രശ്നങ്ങൾ, അവരുടെ അധ്യാപകർ അനുഭവിക്കുന്ന വിഷമങ്ങളെല്ലാം അതിനെക്കുറിച്ച് ഇവിടെ പറയുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി ഇരുന്ന് കേട്ടുകൊണ്ട് എനിക്ക് അല്ലെങ്കിൽ നമുക്ക് സുഹൃത്തുക്കൾക്ക് എന്ത് ചെയ്യുവാൻ കഴിയും, നമ്മുടെ കൂട്ടുകാരെ കുടുംബങ്ങളിൽ ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അവരെ എങ്ങനെ അതിൽ നിന്ന് മോചിതരാക്കാൻ കഴിയും എന്ന ഒരു കാഴ്ചപ്പാടോടുകൂടിയായിരിക്കണം നമ്മുടെ പുതിയ വിദ്യാർത്ഥി സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ലഹരിയുടെ ഉപയോഗം നമ്മളെല്ലാം മനസ്സിലാക്കുന്നത് പുരുഷന്മാർ മാത്രം. സ്ത്രീകളും പുരുഷന്മാരും പെൺകുട്ടികളും ആൺകുട്ടികളും എല്ലാം നന്നായി ഉപയോഗിച്ചുകൊണ്ട് പല തരത്തിൽ പിടിക്കപ്പെടാൻ പോലും കഴിയാത്ത തരത്തിൽ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അത് യന്ത്ര സഹായത്തോടുകൂടി കണ്ടുപിടിക്കുന്ന രീതിയിലേക്ക് ശാസ്ത്രീയമായി ഇത്തരം ലഹരി പദാർത്ഥങ്ങൾ കടത്തുന്ന രീതിയിലേക്ക് ആളുകൾ വന്നിരിക്കുകയാണ്. അപ്പൊ അതിനെക്കുറിച്ചെല്ലാം ഇവിടെ വളരെ വിശദമായി പറയുമ്പോൾ നമ്മൾ ഓരോ കുഞ്ഞുങ്ങളും നമ്മുടെ വീടിന്റെ പ്രതീക്ഷയെ സ്വപ്നവും സങ്കല്പവും ഓരോ അമ്മയുടെയും സമൂഹത്തിന്റെ സ്കൂളിന്റെ അധ്യാപകരുടെയൊക്കെ ആ തരത്തിൽ ഇവിടെ നടക്കുന്ന ഈ ഒരു പരിപാടിയിൽ ബന്ധപ്പെട്ട എക്സൈസിന്റെയും പോലീസിന്റെയും അവരുടെ എല്ലാ അനുഭവങ്ങളും ക്ലാസുകളും ശ്രദ്ധാപൂർവ്വം കേട്ടുകൊണ്ട് പുനലൂർ സബ് ജില്ലാ തലത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള ഈ പരിപാടി നിങ്ങളുടെ ജീവിതത്തിന് മറക്കാനാവാത്ത ഒരു അനുഭവമായി മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ കുഞ്ഞുങ്ങളെയും അവർക്ക് നേതൃത്വം കൊടുത്ത അധ്യാപക സമൂഹത്തെ JRCയുടെ അതുപോലെ ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിന്റെ നേതൃത്വം കൊടുക്കുന്ന ജില്ലാതല ഓഫീസർമാരിലുള്ള മുഴുവൻ അധ്യാപകരെയും അതോടൊപ്പം തന്നെ വേദിയിലിരിക്കുന്ന ബഹുമാനിയായിട്ടുള്ള മന്ത്രി അടക്കമുള്ള എല്ലാ ജനപ്രതിനിധികളെയും പോലീസ് ഓഫീസേഴ്സിനെ ഹൃദയപൂർവ്വം അവരെ എല്ലാം അനുമോദിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ അധ്യക്ഷ പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. തുടർന്ന് എനിക്ക് മിനിസ്റ്റർക്ക് ഒരു പരിപാടിയിൽ പങ്കെടുക്കുവാൻ പോകും എന്നുള്ളത് കൊണ്ട് തുടർന്നുള്ള അധ്യക്ഷ സ്ഥാനത്തേക്ക് ബഹുമാനിയായിട്ടുള്ള ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ് തുടർന്നിനി അധ്യക്ഷ പദവി ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു ഞാൻ എന്റെ അധ്യക്ഷ പ്രസംഗം. അസിസ്റ്റന്റ് സ്റ്റേറ്റ് ഓർഗനൈസിംഗ് കമ്മീഷണർ സൗത്തേൺ റീജിയന്റെ പൂർണ്ണ ചുമതലയും വഹിക്കുന്ന ശ്രീ ജിജി ചന്ദ്രൻ സാർ രണ്ടാം തവണ ജില്ലയുടെ ചുമതല നിർവഹിച്ച് എല്ലാ പ്രവർത്തനങ്ങളിലും സജീവ സാന്നിധ്യമായി നമ്മോടൊപ്പം നിലകൊള്ളുന്നു. ശ്രീ ജിജി ചന്ദ്രൻ സാറിനെ
ലഹരിമുക്ത നവകേരളം പദ്ധതി വിശദീകരിക്കാനായി ക്ഷണിച്ചു. വളരെ തിരക്കുകളുള്ള ബഹുമാനപ്പെട്ട മന്ത്രി മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതിനാൽ ശ്രീമതി ചിഞ്ചുറാണി അവർക്ക് നമ്മുടെ ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡിന്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. ഒപ്പം ഈ യോഗത്തിന്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ചിരുന്ന ബഹുമാനപ്പെട്ട ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ലതിക വിദ്യാധരൻ അവர்களுക്കും ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ് ജില്ലാ അസോസിയേഷന്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. എല്ലാവർക്കും നമസ്കാരം. കേരള സ്റ്റേറ്റ് ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിന്റെ ലഹരി വിമുക്ത നവകേരളം എന്ന പദ്ധതിയുടെ സംസ്ഥാന ഉദ്ഘാടനത്തിന് ശേഷം പുനലൂർ ജില്ലാ അസോസിയേഷന്റെ ജില്ലാതല ഉദ്ഘാടനത്തിലാണ് നാം എല്ലാം പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മളൊരു വലിയ സന്ദേശം ഏറ്റെടുത്തുകൊണ്ട് ഒരു റാലി സംഘടിപ്പിച്ചാണ് ഇവിടെ എത്തിയത്, അല്ലെ? റാലി കഴിഞ്ഞിട്ടുണ്ടെന്നിരിക്കാൻ ഇന്ന് നമ്മളൊരു തുടക്കം കുറിക്കുന്നത് ഒരു ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ 1 വർഷത്തെ പ്രവർത്തനത്തിന്റെ നാന്ദി കുറിക്കുന്ന ദിവസമാണ്.